നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. പ്രവാസികൾക്ക് ആശ്വാസം. വായ്പാ നയങ്ങളിൽ ഇളവുകളുമായി കുവൈറ്റിലെ പ്രമുഖ ബാങ്കുകൾ. 70,000 ദിനാർ വരെ വായ്പ. ബാങ്കുകളുടെ തീരുമാനം വിപണി സാഹചര്യങ്ങളിലെ മാറ്റം കണക്കിലെടുത്ത് കൂടുതൽ പ്രവാസികൾക്ക് വായ്പ ലഭ്യമാക്കാൻ. മിഷൻ കേരള ദൗത്യത്തിന് തന്ത്രങ്ങൾ ഒരുക്കാൻ മുന്നണികൾ. തുടർഭരണം ഉറപ്പിക്കാൻ മിഷൻ 110 വികസന മാർഗരേഖയുമായി LDF. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് മധുസൂദൻ മിസ്ത്രി ചൊവ്വാഴ്ച കേരളത്തിൽ. കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ്. തൂക്കു മന്ത്രിസഭയ്ക്ക് സമ്മർദ്ദ ശക്തിയാകാൻ BJP. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ. AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഇന്നത്തെ കേരളം മാതൃകയെന്ന് മുഖ്യമന്ത്രി. AK ബാലൻ ഓർമ്മിപ്പിച്ചത് UDF കാലത്തെ കേരളത്തിന്റെ ചിത്രം. 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. ബാലൻ വാ തുറന്നാൽ ഉള്ള വോട്ട് പോകുമെന്നും ചുമതലയില്ലാത്ത ആൾ എന്തിന് മാധ്യമങ്ങളെ കാണുന്നുവെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. കേസിൽ D മണിയുടെ പങ്ക് കണ്ടെത്താനായില്ല. പ്രവാസി വ്യവസായിയുമായുള്ള പരിചയത്തിനും തെളിവില്ല. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നാളെയും ഹാജരാകണം. തൊണ്ടി മുതൽ എവിടെ എന്ന് SIT പറയണമെന്ന് രമേശ് ചെന്നിത്തല. ദുബായിൽ ഡ്രൈവറില്ല ടാക്സികൾ കുതിച്ചു തുടങ്ങാൻ 2 മാസങ്ങൾ മാത്രം. അപ്പോളോ ഗോയ്ക്ക് പെർമിറ്റുമായി RTA. ആദ്യ കമാൻഡ് സെന്റർ ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ ഇടതുമുന്നണി. മേഖലാ ജാഥകൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ നാളെ LDF യോഗം ചേരും. 110 സീറ്റ് എന്ന ലക്ഷ്യവുമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് സർക്കാരും ഭവന സന്ദർശനവുമായി മുന്നണിയും അങ്കത്തട്ടിലിറങ്ങുന്നു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്കും തുടക്കമായി. ടേം വ്യവസ്ഥകളിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. 110 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുമുന്നണി കൃത്യമായ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുഴുവൻ മന്ത്രിമാർക്കും ഏകോപന ചുമതല നൽകി കളത്തിലിറക്കുകയാണ് CPM. ഓരോ മന്ത്രിമാർക്കും ചുമതലകൾ വീതിച്ചു നൽകി 50 ദിവസത്തെ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ 100-ലധികം സീറ്റുകൾ ഉറപ്പാണെന്ന് CPM കണക്കുകൂട്ടുന്നു. നാളെ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ സർക്കാർ തലത്തിലെ കർമ്മ പരിപാടികൾക്ക് പുറമെ പാർട്ടി തലത്തിലെ പ്രചാരണ തന്ത്രങ്ങൾക്കും രൂപം നൽകും. ഭവന സന്ദർശനത്തോടൊപ്പം മേഖലാ ജാഥകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നിശ്ചയമായും ലഭിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. അതേസമയം തിരഞ്ഞെടുപ്പ് അജണ്ടയ്ക്കൊപ്പം സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്കും തുടക്കമിടുകയാണ് CPI. ഇന്നും നാളെയുമായി സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. 4 മന്ത്രിമാരും ഇക്കുറി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. CPI കഴിഞ്ഞ തവണ മത്സരിച്ച 77 സീറ്റുകൾക്കപ്പുറം ആവശ്യപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ചർച്ചകളുണ്ടാകും. അതേസമയം കേരള കോൺഗ്രസും INLും കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം സീറ്റ് വിഭജനം വേഗത്തിലാക്കാൻ UDF അടുത്ത ആഴ്ച മുതൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് ലീഗിനോട് കോൺഗ്രസ് ആവശ്യപ്പെടും. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കോഴിക്കോട് കുന്ദമംഗലവും CMP ആവശ്യപ്പെടുന്നുണ്ട്. ജനുവരി 20-നുള്ളിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനാണ് UDFന്റെ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലുണ്ടാകും. കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകനും അടുത്തയാഴ്ച എത്തുന്നുണ്ട്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി ആദ്യമേ രംഗത്തുള്ള മുസ്ലിം ലീഗിന് മുന്നിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് ലീഗ് മത്സരിച്ചത്. അതിനപ്പുറം സീറ്റുകൾ ഇക്കുറി നൽകിയാൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. മലബാറിന് പുറമെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും സ്വാധീനമുള്ള സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. 2 സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ഇത്തവണ CMPയും രംഗത്തുണ്ട്. തിരുവനന്തപുരം സെൻട്രലും കോഴിക്കോട് കുന്ദമംഗലവുമാണ് CMP ആവശ്യപ്പെടുന്നത്. മുൻപ് 3 സീറ്റുകളിൽ മത്സരിച്ചിരുന്ന CMP 2016 മുതൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയിരുന്നു.
എന്നാൽ ഇത്തവണ 2 സീറ്റ് വേണമെന്നും തിരുവനന്തപുരം സെൻട്രൽ ലഭിച്ചില്ല എങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നും CP ജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം RSP ആകട്ടെ 5 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നില്ല എങ്കിലും ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് എന്ന LDFന്റെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് പ്രത്യേക അവസ്ഥയാണ്. 10 വർഷത്തെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും LDFന്റെ ഗ്രാഫ് ഉയരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5 വർഷത്തെ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. സഭാ സിനഡ് നടക്കുന്നതിനിടെ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വകാര്യ വാഹനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നിർണായക നീക്കം. ബുധനാഴ്ച രാത്രി 9:15 സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. സ്വകാര്യ വാഹനത്തിലെത്തിയായിരുന്നു സന്ദർശനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് അത്താഴ വിരുന്നിലും പങ്കെടുത്തു. 6 ബിഷപ്പുമാരുമായും അദ്ദേഹം ചർച്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് എന്നിവർ ചർച്ചയിലുണ്ടായിരുന്നു. സിറോ മലബാർ സഭാ ആസ്ഥാനത്ത് സിനഡ് സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. സഭയുടെ രാഷ്ട്രീയ നിലപാടുകൾ അടക്കം തീരുമാനിക്കപ്പെടുന്നത് സിനഡ് യോഗത്തിലാണ്. സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും സാധാരണഗതിയിൽ പ്രവേശനം നൽകാറില്ല. VD സതീശന്റെ സന്ദർശനത്തെ സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ 3ാം തവണയും മത്സരത്തിനിറങ്ങാൻ CPM നേതാവ് MM മണി. 2 ടേം വ്യവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഇളവ് ലഭിച്ചേക്കും. MM മണിയെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ CPMന്റെ ഉറച്ച മണ്ഡലമാണ് ഉടുമ്പൻചോല. കഴിഞ്ഞ 2 തവണയും MM മണിയാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 2021 35,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അനാരോഗ്യം മൂലം ഇത്തവണ MM മണി മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു സൂചനകൾ. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ MM മണി വീണ്ടും മത്സരിക്കണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 5 വീതം ഇടങ്ങളിൽ LDFും UDFുമാണ് ഭരണത്തിലുള്ളത്. ഉടുമ്പൻചോലയിൽ MM മണി മത്സരിച്ചാൽ ദേവികുളം, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിലും LDFന് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ മറ്റു പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ജയസാധ്യത കൂടുതൽ MM മണിക്കെന്നാണ് കണക്കുകൂട്ടൽ. 38,305 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ MM മണി ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. 35 വർഷക്കാലമായി ചാനൽ ചർച്ചകളിലെ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായിരുന്നു റെജി ലൂക്കോസ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഇടതുപക്ഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയെ കൂട്ടുപിടിക്കുന്നുവെന്നും അത് മാനസികമായി വിഷമിപ്പിച്ചുവെന്നും റെജി ലൂക്കോസ് അമൃത വാർത്തകളോട് പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയും ആ വർഗീയപരമായ രീതിയിലുള്ള കൺസോൾട്ടേഷൻ നടത്താൻ ശ്രമിക്കുകയും മറ്റു ചിലതിനെ വർഗീയപരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പാർട്ടിയെ ദ്രോഹിച്ചവർക്ക് വരെ വലിയ പദവി നൽകുന്നുണ്ടെന്നും അവഗണനയാണ് ഏറ്റവും വലിയ വേദനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും വലിയ ദുഃഖം അവഗണനയാണ്. വികസനം, അപകട രാഷ്ട്രീയം എന്നീ കാര്യങ്ങളായിരിക്കും ഇനി വരുന്ന 100 ദിവസങ്ങളിൽ BJP കേരളത്തിൽ ചർച്ച ചെയ്യുകയെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങൾ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
AK ബാലന്റെ മാറാട് പ്രസ്താവനയെ പിന്തുണച്ച മുഖ്യമന്ത്രി. വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഇന്നത്തെ കേരളം മാതൃകയാണെന്നും മുൻപ് കേരളത്തിന്റെ ചിത്രം വ്യത്യസ്തമായിരുന്നു എന്നും അതാണ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയോട് അടിയറവ് പറയുന്ന സമീപനമാണ് UDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാറാടും 5ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. UDFന്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ, കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. AK ബാലന്റെ ജമാഅത്തെ പ്രസ്താവനയിൽ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ന്യൂനപക്ഷങ്ങളെ CPMൽ നിന്നകറ്റാൻ ഇത്തരം പ്രസ്താവനകൾ കാരണമാകുമെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. AK ബാലൻ വാ തുറന്നാൽ വോട്ട് പോകുമെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കന്മാർ ആരോപിച്ചത്. ചുമതലയില്ലാത്ത AK ബാലൻ എന്തിനാണ് അടിക്കടി മാധ്യമങ്ങളെ കാണുന്നതെന്നും ചില അംഗങ്ങൾ ചോദിച്ചു. ഇനി ഗൾഫ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് ആശ്വാസം. വായ്പാ നയങ്ങളിൽ ഇളവുകളുമായി കുവൈറ്റിലെ പ്രമുഖ ബാങ്കുകൾ. 70,000 ദിനാർ വരെ വായ്പ ലഭിക്കും. വിപണി സാഹചര്യങ്ങളിലെ മാറ്റം കണക്കിലെടുത്ത് കൂടുതൽ പ്രവാസികൾക്ക് വായ്പ ലഭ്യമാക്കാനാണ് ബാങ്കുകളുടെ ഈ ഒരു തീരുമാനം. 2023 മുതൽ വ്യക്തിഗത വായ്പകളിലുണ്ടായ മന്ദഗതി മറികടക്കാനും ക്രെഡിറ്റ് വളർച്ചയ്ക്ക് ഉത്തേജനം നൽകാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നയംമാറ്റമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിമാസം 3,000 ദിനാറോ അതിൽ കൂടുതലോ ശമ്പളം ലഭിക്കുന്ന വിദേശ താമസക്കാർക്ക് 70,000 ദിനാർ വരെ വായ്പ ലഭ്യമാകും. 1,500 ദിനാർ മുതൽ 5,000 ദിനാർ വരെ ശമ്പളം ലഭിക്കുന്നവർക്കും വലിയ തുകയുടെ വായ്പ ലഭിക്കാൻ അർഹതയുണ്ടാകും. അതേസമയം 600 ദിനാർ മുതൽ ശമ്പളം ലഭിക്കുന്ന താമസക്കാർക്കും പരമാവധി 15,000 ദിനാർ വരെ വായ്പ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ ചട്ടപ്രകാരം തിരിച്ചടവ് മാസഗഡു ശമ്പളത്തിന്റെ 40% കവിയരുതെന്നും നിബന്ധനയുണ്ട്. ഉയർന്ന വരുമാനമുള്ള വിദേശികൾക്ക് അനുവദിക്കുന്ന വലിയ വായ്പകൾ ബാങ്കുകളുടെ എല്ലാ ശാഖകളിലൂടെയും ലഭ്യമാകും. തൊഴിൽ സ്ഥിരത, സാമ്പത്തികമായി ഉയർന്നതും വിശ്വസനീയവുമായ സ്ഥാപനങ്ങളിലെ ജോലി, യഥാർത്ഥ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ശമ്പളം എന്നിവ ഉറപ്പാക്കുന്നതാണ് പ്രധാന മാനദണ്ഡങ്ങൾ. പ്രവാസികളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ വിപണിയിൽ കൂടുതൽ പണലഭ്യത ഉറപ്പാക്കാനും ബാങ്കിംഗ് ഇടപാടുകൾ സജീവമാക്കാനുമാണ് ഈ മാറ്റത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ദുബായിലെ നിരത്തുകളിൽ ഡ്രൈവറില്ലാ ടാക്സികൾ അധികം വൈകാതെ കാണാനാകും. ചൈനീസ് കമ്പനിയായ ബൈദുവുമായി ചേർന്നാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓട്ടോണോമസ് ടാക്സി സേവനം ഒരുക്കുന്നത്. ഇതിനായുള്ള സംയോജിത കേന്ദ്രം ദുബായിൽ തുറന്നു. ദുബായ് RTA ഡയറക്ടർ ജനറലും ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ചെയർമാനുമായ മദറാൽ തയ്യാറും ബൈദു കോർപ്പറേറ്റ് വൈസ് പ്രസിഡന്റ് യുൻപെങ് വാങ്ങും ചേർന്നാണ് ഡ്രൈവറില്ലാ ടാക്സികൾക്കായുള്ള സംയോജിത കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദുബായ് സയൻസ് പാർക്കിൽ 2000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് ഓട്ടോണമസ് വെഹിക്കിൾസ് ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് ബൈദുവിന്റെ ആദ്യ സെന്ററാണ് ഇത്. ഡ്രൈവറില്ലാ ടാക്സികളുടെ പൂർണ്ണ നിയന്ത്രണവും ചാർജിംഗ്, സർവീസിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഈ സെന്ററിൽ ഉണ്ടാകും. ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ ഡ്രൈവറില്ലാ ടാക്സികൾ സേവനം ആരംഭിക്കും. അധികം വൈകാതെ 1000 ഓട്ടോണമസ് ടാക്സിക്കാറുകൾ സേവന സജ്ജമാകുമെന്നും ദുബായ് RTA അറിയിച്ചു. ബൈദു അപ്പോളോഗോ എന്ന പേരിലാകും ടാക്സികൾ നിരത്തിലിറങ്ങുക. ഡ്രൈവറുടെ സാന്നിധ്യമില്ലാതെ പൂർണ്ണമായും സ്വയം നിയന്ത്രിത പരീക്ഷണ ഓട്ടത്തിനുള്ള അനുമതിയും ബൈദു അപ്പോളോഗോയ്ക്ക് ദുബായ് RTA നൽകി കഴിഞ്ഞു. നിശ്ചയിച്ചിട്ടുള്ള പബ്ലിക് റോഡുകളിൽ പരീക്ഷണ ഓട്ടം വൈകാതെ ആരംഭിക്കും. അമൃത ന്യൂസ്, ദുബായ്. യമനിലെ വിമത നേതാവ് ഹൈദ്രൂസ് അൽ സുബൈദി ഏദനിലെ സംഘർഷങ്ങൾക്കിടയിൽ സൊമാലി ലാൻഡ് വഴി അബുദാബിയിലേക്ക് രക്ഷപ്പെട്ടതായി യമനിലെ നിയമാനുസൃത സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യസേന വെളിപ്പെടുത്തി. ഏദൻ തുറമുഖത്ത് നിന്ന് തിരിച്ചറിയൽ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയ കപ്പൽ വഴി സൊമാലി ലാൻഡിലെ ബെർബറ തുറമുഖത്തെത്തിയ സംഘത്തെ അവിടെ കാത്തുനിന്ന UAEയുടെ ഇല്യൂഷൻ EL-76 വിമാനത്തിൽ അബുദാബിയിലേക്ക് കടത്തുകയായിരുന്നു. സൗദിയിൽ ജോർദാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 11 പേർക്ക് പരിക്കേറ്റു. 34 തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഉത്തര സൗദിയിലെ അൽ ജൗഫ് പ്രവിശ്യയിൽപ്പെട്ട മൈഖുവ മർക്കസിലാണ് അപകടത്തിൽപ്പെട്ടത്. റെഡ് ക്രസന്റ് സംഘങ്ങളും സുരക്ഷാ വകുപ്പുകളും രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ഡി മണിയെ ഒഴിവാക്കിയ SIT. ഡി മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്ന SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. മണിയിൽ നിന്നും സംശയകരമായ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് SIT അറിയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ട തമിഴ്നാട് വ്യവസായി ഡി മണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് SIT പറയുന്നു. മണിയുടെ തമിഴ്നാട്ടിലെ കേന്ദ്രങ്ങളിൽ SIT പരിശോധന നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മണിയെ 2 വട്ടം SIT ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിലെത്തിയും തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയുമായിരുന്നു ചോദ്യം ചെയ്യൽ. 2 തവണ മണി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്കും തിരുവല്ലത്തെ ക്ഷേത്ര ദർശനത്തിനുമായാണ് മണി തിരുവനന്തപുരത്ത് വന്നത്. ഇതല്ലാത്ത കാര്യങ്ങൾക്കോ ശബരിമല തട്ടിപ്പുമായോ മണിയുടെ സന്ദർശനങ്ങൾക്ക് ബന്ധം കണ്ടെത്താനായിട്ടില്ലെന്ന് SIT കോടതിയെ അറിയിച്ചു. മണിക്കെതിരെയുള്ള മറ്റ് കേസുകൾക്കൊന്നും ശബരിമല കൊള്ളയുമായി ബന്ധമില്ലെന്നും SIT അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SIT ഡി മണി എന്ന ഡിണ്ടിഗൽ മണിക്കെതിരെ വിശദമായ അന്വേഷണം നടത്തിയത്. വിവരങ്ങൾ നൽകിയ വ്യവസായി വിദേശത്തായതിനാൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി എത്തിയത്. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ കടത്തിയ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ജയശ്രീക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവുകൾ വ്യക്തമാക്കുന്നതിനുമാണ് അന്വേഷണ സംഘം ജയശ്രീയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്നു S. ജയശ്രീ. ദേവസ്വം ബോർഡ് തീരുമാനം ജയശ്രീ തിരുത്തിയതായി SIT കണ്ടെത്തിയിരുന്നു. സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ജയശ്രീക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജയശ്രീ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. രാവിലെ 10:00 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് 12 മണിവരെ നീണ്ടു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായകമായ പല രേഖകളും വസ്തുക്കളും കടത്തിയതിൽ ജയശ്രീയുടെ അറിവോ സമ്മതമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഹോം ഡെലിവറി സേവനം ആരംഭിക്കും. ഇതിനായി തയ്യാറാക്കിയ പ്രത്യേക ആപ്ലിക്കേഷൻ ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് ഡെലിവറി കമ്പനി കമ്മിറ്റിയുടെ തലവൻ അബ്ദുൽ അസീസ് അൽ ഫലീഹ് വ്യക്തമാക്കി. പ്രാദേശിക ഡെലിവറി കമ്പനികൾ വഴി ജമ്മിയകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് അദ്ദേഹം അറിയിച്ചു. പ്ലാറ്റ്ഫോം ആരംഭിച്ച ഉടൻ ഡെലിവറി ആരംഭിക്കുന്നതിന് ജമ്മിയകളുടെ യൂണിയനുമായും നിരവധി ഡെലിവറി കമ്പനികളുമായും കരാർ രൂപീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഏകദേശം 20 പ്രാദേശിക ഡെലിവറി കമ്പനികളുമായി കരാറുകളിൽ ഒപ്പുവച്ചു. UAE കാത്തിരിക്കുന്ന എത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. രാജ്യത്തെ പ്രധാന 11 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എത്തിഹാദ് റെയിൽ കടന്നുപോകുന്നത്. പുതുതായി 7 സ്റ്റേഷനുകളുടെ വിവരങ്ങളാണ് എത്തിഹാദ് പ്രഖ്യാപിച്ചത്. ഇത്തിഹാദ് റെയിൽ സേവനം ആരംഭിക്കുന്നതോടെ ദുബായ് അബുദാബി യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. നേരത്തെ അറിയിച്ചിരുന്ന 4 പ്രധാന സ്റ്റേഷനുകൾക്ക് പുറമെ 7 സ്റ്റേഷനുകൾ കൂടി സേവനദാതാക്കളായ ഇത്തിഹാദ് പ്രഖ്യാപിച്ചു. അൽസില, അൽദന, അൽമിർഫ, മദീനത്ത് സയ്യിദ്, മെസൈറ, അൽഫായ, അൽദെയ്ദ് എന്നീ സ്റ്റേഷനുകളാണ് പുതുതായി പ്രഖ്യാപിച്ചത്. ഈ സ്റ്റേഷനുകളുടെ നിർമ്മാണം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കും. UAEയുടെ ഗതാഗത രംഗത്ത് സുപ്രധാനമായ മാറ്റം റെയിൽ പദ്ധതി കൊണ്ടുവരുമെന്ന് ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ യസ അൽ സുവൈദി പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയെ പിന്തുണയ്ക്കുന്ന സംയോജിത ഗതാഗത സൗകര്യം ഒരുക്കുക എന്ന ഭരണ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതാകും പദ്ധതിയെന്നും അവർ കൂട്ടിച്ചേർത്തു. യാത്രക്കാർക്ക് നൂതനവും സുഖകരവുമായ യാത്രാനുഭവം ഇത്തിഹാദ് ട്രെയിൻ യാത്രകൾ സമ്മാനിക്കും. വൈഫൈ, മൊബൈൽ ചാർജിംഗ് സൗകര്യം എന്നിവ ബോഗികളിൽ ഉണ്ടാകും. ആകെയുള്ള 13 ട്രെയിനുകളിൽ 10 സർവീസിന് സജ്ജമായി കഴിഞ്ഞു. ഒരേ സമയം 400 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഓരോ ട്രെയിനും. അബുദാബി ദുബായ് യാത്രാസമയം 57 മിനിറ്റും അബുദാബി ഫുജൈറ യാത്രാസമയം 105 മിനിറ്റുമായിരിക്കും. ദുബായ് അബുദാബി യാത്രാസമയം 30 മിനിറ്റായി കുറയുന്ന അതിവേഗ റെയിൽ പദ്ധതിയും ഇത്തിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ജിദ്ദയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങ് അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന പ്രവർത്തന മേഖലകളെ അനുസ്മരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള
പദ്ധതികൾ കേരളത്തിന്റെ പുരോഗതിയിൽ നിർണായകമായി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചതായി സംസാരിച്ചവർ പറഞ്ഞു. CK റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു. VP മുസ്തഫ, നാസർ എടവനക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് ബുക്ക് ഹറാജ് ജനുവരി 10 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഷറഫിയ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അങ്കണത്തിൽ നടക്കുമെന്ന് ഫോക്കസ് ഭാരവാഹികൾ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വായന പ്രോത്സാഹിപ്പിക്കുക, വായിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റത്തിന് അവസരം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ബുക്ക് ഹറാജിൽ പഴയതും പുതിയതുമായ 2000-ഓളം പുസ്തകങ്ങൾ പ്രത്യേക സ്റ്റോളുകളിൽ ഒരുക്കിയിരിക്കുന്നതായി സംഘാടക സമിതി അറിയിച്ചു. വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങുന്നതിനുള്ള സൗകര്യത്തോടൊപ്പം രാജ്യാന്തര എഴുത്തുകാരുടെയും പ്രവാസി എഴുത്തുകാരുടെയും പുതിയ പുസ്തകങ്ങളും സ്റ്റോളുകളിൽ ലഭ്യമാകും. വാർത്താ സമ്മേളനത്തിൽ സലാഹ് കാരാടൻ, റഷാദ് കരുമാര, ഷഫീഖ് പട്ടാമ്പി, ജയ്സൽ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ 5 പരിശീലന കേന്ദ്രങ്ങൾക്ക് UAE അനുമതി നൽകി. വെർസായ് എയ്റോസ്പേസ്, എക്സ്പോണന്റ് കൊമേഴ്സ്, RCG, എമിറേറ്റ്സ്, ഫാൽക്കൺസ് ഏവിയേഷൻ, ഫാൽക്കൺ ഐ ഡ്രോൺസ് എന്നിവയാണ് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം ലഭിച്ച സ്ഥാപനങ്ങൾ. ഇതോടെ UAEയിൽ ഡ്രോൺ പൈലറ്റുമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ തന്നെ പരിശീലനം നേടാൻ സാധിക്കും. സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഡെലിവറി സേവനം മുതൽ സുരക്ഷാ പരിശോധനകൾ, സിനിമാ ചിത്രീകരണം, അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ തൊഴിൽ വാണിജ്യ സാധ്യതകളാണ് ഈ മേഖലയിൽ ഉള്ളത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 13-ാം തീയതി മുതൽ സമരം ആരംഭിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കും. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം. ജനുവരി 13 ചൊവ്വാഴ്ച മുതൽ ഡോക്ടർമാർ അനിശ്ചിതകാലത്തേക്ക് സമരം തുടങ്ങുന്നതോടെ അടിയന്തര ചികിത്സ ഒഴികെയുള്ളവയെല്ലാം മുടങ്ങും. മെഡിക്കൽ കോളേജിലെ അധ്യാപനവും തുടർന്ന് അടിയന്തരമല്ലാത്ത ചികിത്സകളും നിർത്തിവെക്കാനാണ് സംഘടനയുടെ തീരുമാനം. അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജനുവരി 19-ന് സെക്രട്ടേറിയറ്റ് ധർണയും നടത്തും. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശികകൾ നൽകുക, താൽക്കാലിക കൂട്ട സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2025 ജൂലൈ 1 മുതൽ KGM-CTA പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. റിലേ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് ഡോക്ടർമാർ കടന്നതോടെ അനുനയ നീക്കവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരുന്നു. 2025 നവംബർ 10-ാം തീയതി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു. സംഘടനയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് വാക്കിൽ മാത്രം ഒതുങ്ങി. ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappa. മകരവിളക്കിന് ഒരാഴ്ച ശേഷിക്കെ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. 9 മണിവരെ 80,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. വരും ദിവസങ്ങളിലും തിരക്ക് തുടരും. T20 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ആശങ്ക. പരിക്കേറ്റ ഓൾറൗണ്ടർ തിലക് വർമ്മ കളിക്കുമോ എന്നതിലാണ് ആശങ്ക. വിജയ് ഹസാരെ ട്രോഫിയിലെ മത്സരത്തിനിടെ പരിക്കേറ്റ തിലക് വർമ്മ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ആഴ്ചകൾ വിശ്രമം വേണ്ടിവരും. താരത്തിന് ന്യൂസിലൻഡിനെതിരായ മത്സരങ്ങൾ നഷ്ടമാകും. ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ലോകകപ്പ് മത്സരവും നഷ്ടമാകും. ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗേക്വാദ്, ദേവദത്ത് പടിക്കൽ എന്നിവരിൽ ആരെങ്കിലും പകരക്കാരായി എത്തിയേക്കാം. ഓൾറൗണ്ടർ എന്ന നിലയിൽ ദേവദത്ത് പടിക്കലിനാണ് സാധ്യത കൂടുതൽ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.